ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സ്ക്രീൻ വിത്ത് ഹോം ഗ്രീനറിയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്നാക്ക് പ്ലാന്റ് വെറൈറ്റിയിൽപ്പെട്ട ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ പേര് വന്നിട്ട് ബേർഡ്സ് നെസ്റ്റ് സ്നാക്ക് പ്ലാന്റ് എന്നാണ്. ഇത് എങ്ങനെ ഡിവൈഡ് ചെയ്ത് പല പുതിയ ചെടികളാക്കി മാറ്റാമെന്നും കാണിക്കാനാണ് ഇന്ന് പോകുന്നത്. ഒരു മദർ പ്ലാന്റിൽ നിന്ന് ഹെൽത്തിയായ കുഞ്ഞു ചെടികൾ വേർതിരിച്ച് റീപോർട്ട് ചെയ്യുന്നതും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ വീഡിയോയിൽ കാണാം. ഇൻഡോർ പ്ലാന്റ് ഇഷ്ടമുള്ളവർക്കും ഇത് വളരെ ഉപകാരപ്പെടും. എന്നാൽ വീഡിയോയിലേക്ക് പോകാം കൂട്ടുകാരെ. വരൂ, നമുക്ക് എല്ലാവർക്കും കാണാം. റൂട്ടൊന്നും കട്ടാവാതെ പതുക്കെ നമുക്ക് ഓരോന്നായി ഇളക്കിയെടുക്കാം. ഇത്രയും പ്ലാന്റ്സ് നമുക്ക് കിട്ടി. ഇതിനെ നമുക്ക് റീപോർട്ട് ചെയ്യാം. ഒരു മദർ ബേർഡ്സ് നെസ്റ്റ് പ്ലാന്റിൽ നിന്ന് ഇത്രയും കുഞ്ഞു ചെടികൾ വേർതിരിച്ച് കിട്ടി. ഹെൽത്തി റൂട്ട്സ് ഉള്ള ഓരോ പ്ലാന്റ്സും പ്രത്യേകം നട്ടാൽ പുതിയ പ്ലാന്റ്സായി വളരും. റീപോർട്ട് ചെയ്യുന്നതിന് മുമ്പ് പോട്ടിൻ്റെ അടിയിൽ ചെറിയ കല്ലുകളും കരിയിലയും ഇട്ടിട്ടുണ്ട്. സാധാരണ ഞാൻ എപ്പോഴും എടുക്കുന്ന പോട്ടിംഗ് മിക്സ് തന്നെ ഇതിൽ ഉപയോഗിക്കുന്നു. ഈ ബേർഡ് നെസ്റ്റ് പ്ലാന്റ്സ് നമുക്ക് നട്ടുപിടിപ്പിക്കാം. ബേർഡ്സ് നെസ്റ്റ് സ്നാക്ക് പ്ലാന്റ് ചെറിയ പോട്ടുകളിൽ വളർത്താൻ പറ്റുന്ന ബിഗിനർ ഫ്രണ്ട്ലി ആയ ഒരു ചെടിയാണ്. വെള്ളം കുറച്ച് കൊടുത്താൽ നന്നായി വളരും. വീടിനുള്ളിൽ വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഈ പ്ലാന്റ് ഇപ്പോൾ പോട്ടിംഗ് ചെയ്യുകയാണ്. ഇൻഡോർ സെറ്റിങ്ങിൽ വളരെ ഭംഗിയായി കാണും. വളരെ മനോഹരമായ ലോ മെയിൻ്റെനൻസ് ഇൻഡോർ പ്ലാന്റ് ആണ് ഇത്. കുറച്ച് കെയർ മതി, നന്നായി വളരും. അവസാന ഫിനിഷിംഗ് ടച്ചായി ചെറിയ ഡെക്കറേറ്റീവ് കല്ലുകൾ ചേർത്ത് പോട്ട് കൂടുതൽ മനോഹരമാക്കുകയാണ് ഞാൻ. സ്നാക്ക് പ്ലാന്റുകളെ അപേക്ഷിച്ച് ഇവ ഉയരം കുറഞ്ഞവയും ഒരു പൂ വിരിയുന്നത് പോലെ വിടർന്നു നിൽക്കുന്നവയുമാണ് ഇത്. സോയിൽ മാത്രമല്ല, ഈ പ്ലാന്റ് വാട്ടർ പ്രൊപ്പഗേഷനിലും വളരും. അതിനായി ക്ലേ ബോൾസ് ഉപയോഗിച്ച് ഒരു സിമ്പിൾ വാട്ടർ സെറ്റപ്പും ഞാൻ ചെയ്തു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാകാനും മറക്കല്ലേ ഫ്രണ്ട്സ്. ഇനിയും നല്ല ഗാർഡൻ വീഡിയോസുമായി വീണ്ടും വരാം.